നമസ്കാരം. ഇടുക്കി നെറ്റ് വാർത്താ സംപ്രേഷണത്തിലേക്ക് സ്വാഗതം. ഇടുക്കി നെറ്റ് ന്യൂസ് ലൈവ്. ഇടുക്കി നെറ്റ് ന്യൂസ് ലൈവ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജ്വല്ലറി, കോട്ടയംകട, തൊടുപുഴ, കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം. ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക്. ന്യൂസ് ഹെഡ്ലൈൻ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ജ്വല്ലറി, കോട്ടയംകട, തൊടുപുഴ, കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം. മുല്ലപ്പെരിയാർ ഡാമിന്റെ ജലനിരപ്പ് 138.2 അടിയായി തുടരുന്നു. എന്നാൽ ഡാമിന്റെ വൃഷ്ടിപ്രദേശത്ത് മഴ കുറഞ്ഞിരിക്കുന്നത് തീരദേശവാസികൾക്ക് ആശ്വാസമാകുന്നു. കട്ടപ്പന സുവർണഗിരി ബാപ്പുജി ജനശ്രീ സംഘം കപ്പ കൃഷിയിൽ 100 മേനി വിളയിച്ചു. കപ്പയുടെ വിലയിടിവ് കർഷകരെ പ്രതിസന്ധിയിലാക്കിയെങ്കിലും ഒത്തൊരുമയുടെ വിജയമാണ് ബാപ്പുജി ജനശ്രീ സംഘം നേടിയത്. സ്കൂൾ കലോത്സവങ്ങൾക്ക് തുടക്കമായി. ഫണ്ടുകളുടെ അപര്യാപ്തതയിൽ വിദ്യാർത്ഥികളെ അരങ്ങിലെത്തിക്കാൻ സർക്കാർ സ്കൂളുകൾ നെട്ടോട്ടമോടുന്നു. വിദ്യാർത്ഥികളിൽ നിന്നുള്ള വിഹിതമടക്കം കണക്കാക്കിയാലും പണം തികയാതെ വീർപ്പുമുട്ടുകയാണ് സർക്കാർ സ്കൂളുകൾ. മുല്ലപ്പെരിയാർ അണക്കെട്ട് തീരദേശവാസികളെ ഒരിക്കൽ കൂടി ഭീതിയിലാഴ്ത്തുമ്പോൾ പെരിയാർ തീരദേശവാസികളുടെ ഹൃദയനൊമ്പരം പ്രമേയമാക്കി ഒരു കഥാപ്രസംഗം ഒരുങ്ങുന്നു. പ്രമുഖ സംഗീത സംവിധായകൻ പാലാ തങ്കച്ചനും ശിഷ്യരുമാണ് മുല്ലപ്പെരിയാർ പ്രമേയമാക്കി കലോത്സവ വേദിയിലെത്തുന്നത്. കട്ടപ്പന പഴയ ബസ് സ്റ്റാൻഡ് മുതൽ പള്ളിക്കവല വരെയുള്ള നടപ്പാത സ്വകാര്യ വാഹനങ്ങൾ കൈയടക്കുന്നു. വർഷങ്ങൾക്ക് മുൻപ് പള്ളിക്കവലയിൽ വാഹനാപകടത്തിൽ ഒരു വിദ്യാർത്ഥി മരിച്ചതോടെയാണ് നടപ്പാത നിർമ്മിച്ചത്. എന്നാൽ ഇപ്പോൾ ഈ നടപ്പാത കാൽനട യാത്രക്കാർക്ക് പ്രയോജനപ്പെടുന്നില്ല. വാർത്തകളിലേക്ക് വിശദമായി. മുല്ലപ്പെരിയാർ ഡാമിന്റെ ജലനിരപ്പ് 138.2 അടിയായി തുടരുന്നു. എന്നാൽ ഡാമിന്റെ വൃഷ്ടിപ്രദേശത്ത് മഴ കുറഞ്ഞിരിക്കുന്നത് തീരദേശവാസികൾക്ക് ആശ്വാസമാകുന്നു. മുല്ലപ്പെരിയാർ ഡാമിൽ വൻ ചോർച്ച കണ്ടെത്തിയതും 2 ഷട്ടറുകൾ തകരാറിലായതും ജനങ്ങളെ ആശങ്കയിലാഴ്ത്തിയിരുന്നു. എന്നാൽ 2 ദിവസമായി അണക്കെട്ടിന്റെ വൃഷ്ടിപ്രദേശത്ത് മഴ കുറഞ്ഞത് തീരദേശവാസികൾക്ക് ആശ്വാസം പകരുന്നു. അണക്കെട്ടിലേക്ക് ഒഴുകിയെത്തുന്ന ജലത്തിന്റെ അളവിൽ കുറവൊന്നും വന്നിട്ടില്ലാത്ത സാഹചര്യത്തിൽ തീരദേശവാസികൾ ജാഗ്രത പാലിക്കാൻ നിർദ്ദേശമുണ്ട്. ഈ സാഹചര്യത്തിൽ അധികൃതരുടെ ജാഗ്രതാ നടപടികൾ കാര്യക്ഷമമല്ലെന്നും മുല്ലപ്പെരിയാർ സമരസമിതി ആരോപിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉപസമിതി നടത്തിയ പരിശോധനയിൽ അണക്കെട്ടിന്റെ വിവിധ സ്ഥലങ്ങളിൽ കണ്ടെത്തിയ ചോർച്ചകൾ മാറ്റമില്ലാതെ തന്നെ തുടരുകയാണ്. 10, 11, 17, 18 എന്നീ ബ്ലോക്കുകൾക്കിടയിലാണ് ചോർച്ചകൾ ശക്തമായ നിലയിൽ തന്നെ തുടരുന്നത്. അണക്കെട്ടിന്റെ ജലനിരപ്പ് 136 അടിയാക്കണമെന്നും ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്നുമുള്ള കേരളത്തിന്റെ ആവശ്യം തമിഴ്നാട് മുഖവിലയ്ക്ക് പോലും എടുത്തിരുന്നില്ല. എന്നാൽ അണക്കെട്ടിന്റെ ജലനിരപ്പ് 142 അടിയാക്കണമെന്നും ജലനിരപ്പ് ഇനിയും ഉയർത്തണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് തമിഴ്നാട്ടിൽ ബാർ അസോസിയേഷൻ കറുത്ത ബാഡ്ജ് ധരിച്ച് പ്രതിഷേധം പ്രകടിപ്പിച്ചിരുന്നു. മുല്ലപ്പെരിയാർ സമരസമിതി ചപ്പാത്തിൽ നടത്തിയ ചർച്ചയിൽ പുതിയ സമരപരിപാടികൾക്ക് രൂപം നൽകി കഴിഞ്ഞു. ന്യൂസ് ബ്യൂറോ, കുമളി. കട്ടപ്പന സുവർണഗിരി ബാപ്പുജി ജനശ്രീ സംഘം കപ്പ കൃഷിയിൽ 100 മേനി വിളയിച്ചു. കപ്പയുടെ വിലയിടിവ് കർഷകരെ പ്രതിസന്ധിയിലാക്കിയെങ്കിലും ഒത്തൊരുമയുടെ വിജയമാണ് ബാപ്പുജി ജനശ്രീ സംഘം നേടിയത്. 5 വർഷം മുമ്പ് പ്രവർത്തനമാരംഭിച്ച സുവർണഗിരി ബാപ്പുജി ജനശ്രീ സംഘത്തിന്റെ ആദ്യ സംരംഭമായിരുന്നു കപ്പകൃഷി. വെള്ളയംകുടി സെന്റ് ജെറോം സ്കൂളിന് എതിർവശത്ത് 40 സെന്റ് സ്ഥലം പാട്ടത്തിനടുത്താണ് കൃഷി ഇറക്കിയത്. രണ്ടുപേരുടെയും അധ്വാനത്തിന്റെ ഫലമാണ് നമ്മൾ കാണുന്നത്. സംഘാംഗങ്ങളെല്ലാം നല്ല കൃത്യമായിട്ട് ഇതിന് പങ്കെടുക്കുന്നു. എല്ലാവരും അവരോട് പണി ചെയ്യുന്നു. ഞങ്ങൾക്ക് സന്തോഷം, സംഘത്തിന് സന്തോഷം. സംഘാംഗങ്ങൾ തന്നെയാണ് കൃഷിപ്പണികൾ ചെയ്തത്. കൃഷി ദിവസങ്ങളിൽ പങ്കെടുക്കാതിരുന്ന അംഗങ്ങളിൽ നിന്ന് 500 രൂപ പിഴയും ഈടാക്കിയിരുന്നു. കൃഷി ആരംഭിക്കുമ്പോൾ കപ്പയുടെ വില 30 രൂപ. എന്നാൽ വിളവെടുത്തപ്പോൾ മാർക്കറ്റ് വില 10 രൂപ. വില പറഞ്ഞ നേരം ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കേസാണ്. ഞങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിക്കുന്ന ഞങ്ങളുടെ ഉപജീവന പ്രസ്ഥാനമാണ്. ഈ വില പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ നമ്മുടെ കട്ടപ്പനയെ സംബന്ധിച്ചോളം എന്നാ സാധനം ഉണ്ടെന്ന് പറഞ്ഞാലും അതിനെ ഇടിച്ച് താത്ത് ഉള്ള വിലയാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കട്ടപ്പന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോണി കുളമ്പള്ളിയാണ് വിളവെടുപ്പ് ഉത്സവം ഉദ്ഘാടനം ചെയ്തത്. ജനശ്രീ ജില്ലാ ചെയർമാൻ വൈസി സ്റ്റീഫൻ മുഖ്യപ്രഭാഷണം നടത്തി. കട്ടപ്പന ഗ്രാമപഞ്ചായത്ത് അംഗം ബീന ജോബി ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. പ്രതിസന്ധികളെ തരണം ചെയ്ത ബാപ്പുജി ജനശ്രീ സംഘത്തിന്റേത് ഒത്തൊരുമയുടെ വിജയമാണെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം ബീന ജോബി പറഞ്ഞു. കപ്പയ്ക്ക് വില ഇടിഞ്ഞതുകൊണ്ട് അവർ ചെറിയൊരു നഷ്ടത്തിലായ എങ്കിലും ഇവരുടെ കൂട്ടായ പ്രവർത്തനം മറ്റുള്ള സംഘങ്ങൾക്ക് ഒരു മാതൃകയാണ്. ഇങ്ങനെ ഈ കൂട്ടായ പ്രവർത്തനത്തിൽ ഇവർ വളരെയേറെ കാര്യങ്ങൾ ചെയ്ത് ഒരു കൂട്ടായ ഒരു സംരംഭത്തിലൂടെ മറ്റുള്ള ഇപ്പോൾ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും ഒക്കെ ഊന്നൽ കൊടുക്കേണ്ട ഈ കാലഘട്ടത്തിൽ നല്ല ഒരു പ്രവർത്തനം കാഴ്ചവെക്കുവാൻ ഇവർക്ക് കഴിഞ്ഞെന്നുള്ളത് വളരെ അഭിമാനമുള്ള ഒരു കാര്യമാണ്. പച്ചക്കറി കൃഷി അടക്കമുള്ള മറ്റു കൃഷികൾ ആരംഭിക്കാനുള്ള ഒരുക്കത്തിലാണ് ഈ സംഘം. ബാപ്പുജി ജനശ്രീ സംഘത്തിന്റെ കൂട്ടായ്മയുടെ വിജയമാണ് ഇത്. 40 സെന്റ് ഭൂമിയിലാണ് ഇവർ 100 മേനി വിളയിച്ചത്. എന്നാൽ അല്പം പ്രതിസന്ധി സൃഷ്ടിച്ചത് കപ്പയുടെ വിലയിടിവ് മാത്രം. റിപ്പോർട്ടർ ഷിനു ജോണിനൊപ്പം എസ് സൂർലാൽ, ഇടുക്കി നെറ്റ് ന്യൂസ്. സ്കൂൾ കലോത്സവങ്ങൾക്ക് തുടക്കമായി.
ഫണ്ടുകളുടെ അപര്യാപ്തതയിൽ വിദ്യാർത്ഥികളെ അരങ്ങിലെത്തിക്കാൻ സർക്കാർ സ്കൂളുകൾ നെട്ടോട്ടമോടുന്നു. വിദ്യാർത്ഥികളിൽ നിന്നുള്ള വിഹിതമടക്കം കണക്കാക്കിയാലും പണം തികയാതെ വീർപ്പുമുട്ടുകയാണ് സർക്കാർ സ്കൂളുകൾ. സ്കൂൾ കലോത്സവങ്ങൾ ആരംഭിച്ചതോടെ വിദ്യാർത്ഥികളെ അരങ്ങിലെത്തിക്കാൻ സ്കൂളുകൾ നെട്ടോട്ടത്തിലാണ്. ഒരിനം തന്നെ മത്സരിപ്പിക്കാൻ ലക്ഷങ്ങൾ ചെലവ് വരുന്ന ഈ കാലത്ത് സർക്കാർ സ്കൂളുകളാണ് വിദ്യാർത്ഥികളെ അരങ്ങിലെത്തിക്കാൻ പെടാപ്പാട് അനുഭവിക്കുന്നത്. വിദ്യാർത്ഥികളിൽ നിന്നുള്ള വിഹിതമടക്കം കണക്കാക്കിയാലും പണം തികയാതെ വീർപ്പുമുട്ടുകയാണ് സ്കൂൾ അധ്യാപകർ. ഉപജില്ലാ മത്സരങ്ങൾ കഴിഞ്ഞാൽ ജില്ലാ സംസ്ഥാന മത്സരങ്ങൾക്ക് പണം വേറെ കണ്ടെത്തണം. സമ്മാനം ലഭിക്കുന്ന ഇനങ്ങളിലാണ് കൂടുതൽ പരിശീലനം നൽകേണ്ടത്. ഇതിന് മറ്റു ജില്ലകളിൽ നിന്നടക്കം പരിശീലകരെ കൊണ്ടുവരാറുണ്ട്. ഹൈസ്കൂളും ഹയർ സെക്കൻഡറിയും അടക്കമുള്ള നിരവധി കുട്ടികളാണ് മത്സരങ്ങളിൽ മാറ്റുരയ്ക്കുന്നത്. ഭരതനാട്യം മുതൽ സംഘനൃത്തം വരെയുള്ള ഇനങ്ങൾ ഉപജില്ല കടക്കാൻ പരിശീലകർക്ക് മാത്രമായി ചുരുങ്ങിയത് 20,000 രൂപയിൽ കൂടുതൽ നൽകണം. ചമയത്തിനും വസ്ത്രങ്ങൾക്കും പണം വേറെ വേണം. സർക്കാർ സ്കൂളുകൾ പണത്തിനായി നെട്ടോട്ടമോടുമ്പോൾ എയ്ഡഡ് സ്കൂളുകളിൽ പ്രശസ്തിക്ക് വേണ്ടി മാനേജ്മെന്റ് ഒരു നിശ്ചിത സംഖ്യ കലോത്സവങ്ങൾക്കായി മാറ്റിവെക്കാറുണ്ട്. ന്യൂസ് ഡെസ്ക് ഇടുക്കി നെറ്റ്. ഫോക്കസ് ഇടുക്കി. മുല്ലപ്പെരിയാർ അണക്കെട്ട് തീരദേശവാസികളെ ഒരിക്കൽ കൂടി ഭീതിയിലാഴ്ത്തുമ്പോൾ പെരിയാർ തീരദേശവാസികളുടെ ഹൃദയനൊമ്പരം പ്രമേയമാക്കി ഒരു കഥാപ്രസംഗം ഒരുങ്ങുന്നു. പ്രമുഖ സംഗീത സംവിധായകൻ പാലാ തങ്കച്ചനും ശിഷ്യരുമാണ് മുല്ലപ്പെരിയാർ പ്രമേയമാക്കി കലോത്സവ വേദിയിലെത്തുന്നത്. കഴിഞ്ഞ 15 വർഷക്കാലമായി കഥാപ്രസംഗ വേദിയിൽ ഇദ്ദേഹത്തിന്റെ ശിഷ്യഗണങ്ങളാണ് വിജയം ആവർത്തിക്കുന്നത്. കേരളം ഏറെ ആശങ്കയോടെ കാണുന്ന മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് 139 അടിയിലേക്ക് അടുക്കുകയാണ്. ഈ ഘട്ടത്തിൽ കേരളത്തിൻ്റെ ആശങ്കകൾ പങ്കുവെച്ചുകൊണ്ട് ഇവിടെ ഒരു കൂട്ടം കലാകാരന്മാർ സ്കൂൾ കലോത്സവ വേദികളിൽ നിറയാൻ തയ്യാറെടുക്കുകയാണ്. കഴിഞ്ഞ 5 പതിറ്റാണ്ട് കാലമായി കലാരംഗത്ത് സജീവമായ പാലാ തങ്കച്ചനും അദ്ദേഹത്തിൻ്റെ കൂട്ടാളി കമലഹാസനും ചേർന്നാണ് മുല്ലപ്പെരിയാർ വിഷയം പ്രമേയമാക്കിക്കൊണ്ട് ഗ്രാമദുഃഖം എന്ന കഥാപ്രസംഗവുമായി ഇത്തവണത്തെ സ്കൂൾ കലോത്സവ വേദികളിൽ നിറയാൻ ഒരുങ്ങുന്നത്. കഴിഞ്ഞ 35 വർഷമായി കലോത്സവ വേദികളിൽ പരിശീലക വേഷത്തിൽ സ്ഥിരം സാന്നിധ്യമാണ് പാലാ തങ്കച്ചൻ എന്നറിയപ്പെടുന്ന ഉപ്പുതറ സ്വദേശി തങ്കച്ചൻ. ജില്ലാ സംസ്ഥാന തലങ്ങളിൽ മികച്ച വിജയം സ്വന്തമാക്കിയവരാണ് ഇദ്ദേഹത്തിൻ്റെ മുൻകാല ശിഷ്യർ. ഈ ഗണത്തിലേക്കാണ് കഴിഞ്ഞ വർഷം കർണൻ എന്ന കഥാപ്രസംഗത്തിലൂടെ സംസ്ഥാന തലത്തിൽ എ ഗ്രേഡ് സ്വന്തമാക്കിയ അഞ്ജലി സി ടോമും കൂട്ടുകാരായ VK ജയകൃഷ്ണൻ, ഫിലിപ്പ് തോമസ്, ജോഷിൻ ജോണി എന്നിവർ ഗ്രാമദുഃഖം എന്ന കഥാപ്രസംഗവുമായി ഇത്തവണ മത്സരിക്കാനെത്തുന്നത്. കാലഹരണപ്പെട്ട ഡാമിൻ്റെ താഴ്വാരത്തെ ആശങ്കകളും ഭയപ്പാടുകളും നിറഞ്ഞ ഗ്രാമവാസികളുടെ ഇരുളടഞ്ഞ ജീവിതമാണ് ഗ്രാമദുഃഖത്തിൻ്റെ ഇതിവൃത്തം. മുല്ലപ്പെരിയാർ ഡാമിൻ്റെ വൃഷ്ടിപ്രദേശത്ത് മഴ കനക്കുമ്പോൾ ഇവരുടെ മനസ്സുകളിലെ ഭയത്തിനും കനം വെക്കും. മഴ തകർത്തു പെയ്യുന്ന തുലാവർഷ രാത്രികളിൽ ഇരമ്പിയെത്തുന്ന പ്രളയജലത്തിൻ്റെ അലർച്ചയ്ക്ക് കാതോർത്ത് ഉറങ്ങാതെ ജീവിതം തള്ളി നീക്കുന്ന ഗ്രാമവാസികളുടെ ദുരിതം ഈ കഥയിലൂടെ ഇവർ പങ്കുവയ്ക്കുന്നു. കവിയും ഗാനരചയിതാവുമായ NK കമലഹാസനാണ് ഗ്രാമദുഃഖത്തിന് അക്ഷരരൂപം നൽകിയത്. ഒരു നാടിൻ്റെ ദുഃഖത്തോടൊപ്പം പങ്കുചേരുക എന്ന കലാകാരൻ്റെ ദൗത്യ നിർവഹണമാണ് മുല്ലപ്പെരിയാർ വിഷയം ഇതിവൃത്തമാക്കിയ കഥാപ്രസംഗം രചിച്ചതിലൂടെ സാധ്യതമാക്കിയതെന്ന് NK കമലഹാസനൻ ഇടുക്കി നെറ്റിനോട് പറഞ്ഞു. സാമൂഹ്യ പ്രതിബദ്ധതയുള്ള കഥയാണെന്ന് എനിക്ക് സന്തോഷപൂർവ്വം വളരെ ആഹ്ലാദത്തോടെ ഈ നമ്മുടെ ജനതയോട് പറയുവാൻ ആഗ്രഹമുണ്ട്. നിങ്ങൾ ആ മുല്ലപ്പെരിയാറിൻ്റെ വിഷയങ്ങൾ വളരെ സാമൂഹ്യ പ്രതിബദ്ധതയോടെ വൈര്യ നിര്യാതന ബുദ്ധികളെ മറന്നുകൊണ്ട് ഏറ്റെടുക്കണം. കഥയ്ക്ക് കഥാപ്രസംഗ രൂപം നൽകിയതും ഗാനങ്ങൾക്ക് സംഗീതം പകർന്നതും തങ്കച്ചൻ പാലായാണ്. തനിക്ക് നേരിട്ടറിയാവുന്ന തീരദേശവാസികളുടെ ആശങ്കകൾ കലോത്സവ വേദിയിലൂടെ സാംസ്കാരിക കേരളത്തിനു മുന്നിൽ അവതരിപ്പിക്കാനുള്ള ശ്രമമാണ് ഇതിലൂടെ തങ്കച്ചൻ പാല നടത്തുന്നത്. നീതിപീഠങ്ങളെയോ ഭരണകർത്താക്കളെയോ ചോദ്യം ചെയ്യാതെ തന്നെ അതിന് നേരെ നിശിതമായി വിരൽ ചൂണ്ടിക്കൊണ്ട് ഈ കലാപ്രതിഭകളെ ഞാൻ ഈ രംഗത്തേക്ക് ആനയിക്കുകയാണ്. കേവലം മത്സരവേദിയിലേക്ക് മാത്രമായുള്ളൊരു കഥാപ്രസംഗമല്ല ഗ്രാമദുഃഖം. കേരളത്തിൻ്റെ സജീവ ശ്രദ്ധയും ചർച്ചകളും ആവശ്യമായ വലിയൊരു സാമൂഹ്യ വിഷയത്തെ ഒരുപറ്റം കലാകാരന്മാർ എങ്ങനെ സമീപിക്കുന്നു എന്നതിൻ്റെ നേർക്കാഴ്ച കൂടിയാണിത്. ഇത് കേവലം ഒരു കഥാപ്രസംഗം മാത്രമല്ല, മറിച്ച് ഒരു നാടിൻ്റെ ജനതയുടെ ആത്മനൊമ്പരത്തിൻ്റെ വിലാപം കൂടിയാണ്. ഈ വിലാപങ്ങളുമായാണ് ഈ രണ്ട് കലാകാരന്മാർ ഇത്തവണത്തെ സ്കൂൾ കലോത്സവ വേദിയിൽ നിറയാൻ തയ്യാറെടുക്കുന്നത്. ഇവർക്ക് എല്ലാവിധ വിജയാശംസകളും നേരുന്നു. ഇടുക്കി നെറ്റ് ന്യൂസ് ചീഫ് അനിൽ കെ ശിവറാമനും ക്യാമറാമാൻ ബിപിൻ ജോയ്ക്കുമൊപ്പം KM സുനോബി, ഇടുക്കി നെറ്റ് ന്യൂസ്.
നിർമ്മാണ വസ്തുക്കളുടെ പ്രധാന വിപണന സ്ഥാപനമായ സുരഭി ബിൽഡ്വെയേഴ്സിന്റെ പുതിയ ഷോറൂം കട്ടപ്പനയിൽ പ്രവർത്തനം ആരംഭിച്ചു. കട്ടപ്പന വെള്ളയാംകുടി റോഡിൽ സ്ഥിതി ചെയ്യുന്ന എലൈറ്റ് ബിൽഡിംഗിലാണ് ഡിസൈർ ടൈൽസ് എന്ന പേരിൽ ഷോറൂം പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ 25 വർഷമായി കെട്ടിട നിർമ്മാണ വസ്തുക്കളുടെ വിപണന രംഗത്ത് സജീവമായിരിക്കുന്ന സ്ഥാപനമാണ് സുരഭി ബിൽഡ്വെയേഴ്സ്. ഗുണമേന്മയുള്ള ടൈൽ ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സുരഭി ടൈൽസിന്റെ ഷോറൂം കട്ടപ്പനയിൽ ആരംഭിച്ചിരിക്കുന്നത്. വിവിധ വിഭാഗങ്ങളിലുള്ള ടൈലുകളുടെ വ്യത്യസ്തമായ ധാരാളം ഇനങ്ങൾ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യൻ നിർമ്മിതവും വിദേശ നിർമ്മിതവുമായ ഫ്ലോർ ടൈലുകൾ, വാൾ ടൈലുകൾ, റൂഫ് ടൈലുകൾ, ഇന്റർലോക്ക് ടൈലുകൾ എന്നിവ ഇഷ്ടാനുസരണം ഉപഭോക്താക്കൾക്ക് തിരഞ്ഞെടുക്കാനുള്ള അവസരം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. വിലക്കുറവും ഗുണമേന്മയും സമന്വയിപ്പിച്ചുകൊണ്ട് ഉപഭോക്താക്കൾക്ക് മികച്ച ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കുക എന്നതാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് ഡിസൈർ ടൈൽസ് മാനേജിംഗ് ഡയറക്ടർ ബിജു ജോസഫ് പറഞ്ഞു. ക്വാളിറ്റിയും വിലക്കുറവുമാണ് ഞങ്ങളുടെ ഷോറൂമിൻ്റെ പ്രത്യേകത. ഇന്ത്യൻ നിർമ്മിതവും വിദേശ നിർമ്മിതവുമായ അനവധി ടൈലുകൾ ഞങ്ങളുടെ ഷോറൂമിലുണ്ട്. 25 വർഷമായി കേരളത്തിലുടനീളം പ്രവർത്തിച്ചു വരുന്ന സുരഭി ബിൽഡ്വെയറിൻ്റെ ഏറ്റവും പുതിയ ഷോറൂമാണ് ഇപ്പോൾ കട്ടപ്പനയിൽ ഡിസൈർ ടൈൽസ് എന്ന പേരിൽ ആരംഭിച്ചിരിക്കുന്നത്. രാവിലെ നടന്ന ചടങ്ങിൽ ഇടുക്കി എം പി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജാണ് ഡിസൈർ ടൈൽസ് ഉപഭോക്താക്കൾക്കായി സമർപ്പിച്ചത്. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോണി കുളമ്പള്ളി, വൈസ് പ്രസിഡന്റ് ജാൻസി ബേബി, മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് MK തോമസ്, സുരഭി ബിൽഡ്വെയേഴ്സിന്റെയും ഡിസൈർ ടൈൽസിന്റെയും മാനേജ്മെന്റ് പ്രതിനിധികൾ, കുടുംബാംഗങ്ങൾ, ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. ഇടവേളയ്ക്ക് ശേഷം കട്ടപ്പന പഴയ ബസ് സ്റ്റാൻഡ് മുതൽ പള്ളിക്കവല വരെയുള്ള നടപ്പാത സ്വകാര്യ വാഹനങ്ങൾ കൈയടക്കുന്നു. വാർത്തകൾ തുടരുന്നു. കട്ടപ്പന പഴയ ബസ് സ്റ്റാൻഡ് മുതൽ പള്ളിക്കവല വരെയുള്ള നടപ്പാത സ്വകാര്യ വാഹനങ്ങൾ കൈയടക്കുന്നു. വർഷങ്ങൾക്കു മുൻപ് പള്ളിക്കവലയിൽ വാഹനാപകടത്തിൽ ഒരു വിദ്യാർത്ഥി മരിച്ചതോടെയാണ് നടപ്പാത നിർമ്മിച്ചത്. എന്നാൽ ഇപ്പോൾ ഈ നടപ്പാത കാൽനട യാത്രക്കാർക്ക് പ്രയോജനപ്പെടുന്നില്ല. ഇത് കട്ടപ്പന പഴയ ബസ് സ്റ്റാൻഡിൽ നിന്നും പള്ളിക്കവലയിലേക്ക് പോകുന്ന നടപ്പാത അല്ലെങ്കിൽ ഫുട്പാത്ത് എന്ന് പറയാം. ദിവസേന ആയിരക്കണക്കിന് കാൽനട യാത്രക്കാരാണ് ഈ ഫുട്പാത്തിലൂടെ നടന്നു നീങ്ങുന്നത്. കട്ടപ്പനയുടെ ഹൃദയഭാഗം എന്ന് വിശേഷിപ്പിക്കാവുന്ന പള്ളിക്കവലയിലാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടക്കമുള്ളവ സ്ഥിതി ചെയ്യുന്നത്. വിദ്യാർത്ഥികളുടെ സുരക്ഷിതത്വം കണക്കിലെടുത്തും അപകട സാധ്യത ഏറെ കൂടുതലായ പള്ളിക്കവല റോഡിലേക്കുള്ള കാൽനട സൗകര്യപ്രദമാക്കുന്നതിനുമാണ് കട്ടപ്പന ഗ്രാമപഞ്ചായത്ത് PWD സ്കീമിൽ ഒരു ഫുട്പാത്തിന് രൂപം നൽകിയത്. സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂൾ, ഓശാന ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, സെന്റ് സെബാസ്റ്റ്യൻ കോളേജ്, ദീപ്തി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, സെന്റ് മർത്താസ് തുടങ്ങി 6ഓളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പള്ളിക്കവലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കട്ടപ്പന പഴയ ബസ് സ്റ്റാൻഡ് തൊട്ട് പള്ളിക്കവല വരെയുള്ള ഫുട്പാത്തിൽ കൂടെ നിരവധി വാഹനങ്ങൾ ഫുട്പാത്ത് കയ്യേറി ഇട്ടിരിക്കുകയാണ്. ട്രാഫിക് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഒരു നടപടി വേണമെന്ന് ശക്തമായിട്ട് പറഞ്ഞുള്ളൂ. മാത്രമല്ല, വാണിജ്യ നികുതി ഓഫീസിലേക്കും കട്ടപ്പന സ്വകാര്യ ആശുപത്രിയായ സെന്റ് ജോൺസിലേക്കും എത്തണമെങ്കിൽ പള്ളിക്കവലയിലൂടെ വേണം യാത്ര ചെയ്യുവാൻ. ആശുപത്രി ഉള്ളതിനാൽ ആംബുലൻസ് അടക്കം നിരവധി വാഹനങ്ങൾ അമിത വേഗത്തിലാണ് ഈ റോഡിലൂടെ കടന്നുപോകുന്നത്. എന്നാൽ അനധികൃതമായി ഫുട്പാത്തിലേക്ക് സ്വകാര്യ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് മൂലം കാൽനട യാത്രക്കാർക്ക് ഫുട്പാത്തിലൂടെ നടന്നു നീങ്ങാൻ സാധിക്കാത്ത അവസ്ഥയിലാണ്. ട്രാഫിക് പോലീസ് മിക്കയിടങ്ങളിലും വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പാടില്ല എന്ന മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ആരുടെയും കണ്ണുകളിൽ പെടുന്നില്ല. ഫുട്പാത്തിലേക്ക് കയറി പാർക്ക് ചെയ്തിരിക്കുന്ന സ്വകാര്യ വാഹനങ്ങൾ കാൽനട യാത്രക്കാർക്ക് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അധികൃതർ ആരും വേണ്ട നടപടികളെടുക്കുവാനോ അപകട സാധ്യത കൂടുതലുള്ള കട്ടപ്പന പള്ളിക്കവല റോഡിലെ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരം കാണുവാനും തയ്യാറാകുന്നില്ല. ഞാനിപ്പോൾ നിൽക്കുന്നത് കട്ടപ്പന പഴയ ബസ് സ്റ്റാൻഡിൽ നിന്നും പള്ളിക്കവലയിലേക്ക് പോകുന്ന ഫുട്പാത്തിലാണ്. എൻ്റെ തൊട്ടുപിന്നിൽ കാണുന്നത് അനധികൃതമായി ഫുട്പാത്തിലേക്ക് വാഹനങ്ങൾ പാർക്ക് ചെയ്തിരിക്കുന്നതാണ്. വിദ്യാർത്ഥികളടക്കം നിരവധി ആളുകളാണ് ദിവസേന ഈ ഫുട്പാത്തിലൂടെ നടന്നു പോകുന്നത്. അനധികൃതമായി ഫുട്പാത്തിലേക്ക് കയറ്റി വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതും ഫുട്പാത്തിൻ്റെ ശോചനീയാവസ്ഥയും യാത്രക്കാർക്ക് വൻ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത്. ഇടുക്കി നെറ്റ് ന്യൂസിന് വേണ്ടി കട്ടപ്പനയിൽ നിന്നും ഷിനു ജോൺ. കൊച്ചി ശിവഗംഗ ദേശീയപാത അടിയന്തരമായി ഗതാഗത യോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ പ്രക്ഷോഭത്തിലേക്ക്. നിർമ്മാണം ആരംഭിച്ച് 20 വർഷം പിന്നിട്ടിട്ടും ദേശീയപാതയുടെ നിർമ്മാണം പൂർത്തീകരിക്കാത്തതിനെ തുടർന്നാണ് ഡിവൈഎഫ്ഐ പ്രക്ഷോഭത്തിനൊരുങ്ങുന്നത്.
20 വർഷം മുമ്പ് നിർമ്മാണം ആരംഭിച്ച കൊച്ചി ശിവഗംഗ ദേശീയപാതയുടെ നിർമ്മാണം ഇതുവരെ പൂർത്തീകരിച്ചിട്ടില്ല. കുമളി മുതൽ എറണാകുളം വരെ റോഡ് നിർമ്മാണം ഭാഗികമായി പൂർത്തിയായെങ്കിലും KSRTC സർവീസ് നടത്തുന്നതിനോ മറ്റ് ബസ് റൂട്ടുകൾ ആരംഭിക്കുന്നതിനോ ഇതുവരെ നടപടി സ്വീകരിച്ചിട്ടില്ല. സ്വകാര്യ ബസ്സുകൾ അശാസ്ത്രീയമായ ചാർജാണ് യാത്രക്കാരിൽ നിന്നും വിദ്യാർത്ഥികളിൽ നിന്നും ഈടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഉപ്പുതറയിൽ നിന്നും വളകോടിലേക്ക് കേവലം 6 കിലോമീറ്റർ മാത്രമുള്ളപ്പോൾ സ്വകാര്യ ബസ്സുകൾ ഈടാക്കുന്നത് 11 രൂപയാണ്. ഇത്തരത്തിൽ ചാർജ് ഈടാക്കുന്നത് RTO അടക്കമുള്ള ഉദ്യോഗസ്ഥരെ അറിയിച്ചുവെങ്കിലും യാതൊരു നടപടിയും നാളിതുവരെ ഉണ്ടായിട്ടില്ല. കട്ടപ്പന മുതൽ വാഗമൺ വരെ കുമളിയിൽ നിന്നും വാഗമണിനും റോഡ് അളർന്ന് ഫയർ സ്റ്റേജ് നിശ്ചയിക്കണമെന്നും റോഡ് നിർമ്മാണത്തിലെ അഴിമതി വിജിലൻസ് അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ട് DYFI ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് ഒരുങ്ങുകയാണ്. റോഡ് നിർമ്മാണത്തിനായി വീടുകൾ നഷ്ടപ്പെട്ട കുടുംബങ്ങൾക്ക് അടിയന്തരമായി നഷ്ടപരിഹാരം നൽകി റോഡ് എത്രയും വേഗം ഗതാഗത യോഗ്യമാക്കണമെന്നും DYFI ആവശ്യപ്പെട്ടു. മാത്രമല്ല, ഉപ്പുതറ ഗവൺമെന്റ് ആശുപത്രിയിൽ ആംബുലൻസ് വാങ്ങുന്നതിനെ ബന്ധപ്പെട്ട് വലിയ തോതിൽ ഉള്ള അഴിമതിയാണ് നടന്നിട്ടുള്ളത്. കഴിഞ്ഞ മാസം 31-ാം തീയതി ഏറ്റുമാനൂരിൽ വെച്ച് രോഗിയുമായി പോയ വഴി ആംബുലൻസ് അപകടത്തിൽപ്പെടുകയുണ്ടായി. ആംബുലൻസ് ഓടിച്ചിരിക്കുന്ന ഡ്രൈവർക്ക് വാഹനം ഓടിക്കുവാനുള്ള യോഗ്യത ഉള്ളതാണോ എന്നും ഈ കാര്യങ്ങളെക്കുറിച്ച് DEO അന്വേഷിച്ച് വീഴ്ച വരുത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ കർശനമായ നടപടിയെടുക്കണമെന്നും DYFI വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. UDF അധികാരത്തിലെത്തിയ ശേഷം ഇത്രയും പൂർത്തീകരിക്കപ്പെട്ട ഈ റോഡിന്റെ പണി പോലും ബാക്കി തുറന്നു കൊടുക്കുന്ന കാര്യത്തിലോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും അവർ നിലപാടുകൾ സ്വീകരിക്കുന്നില്ല, ഫണ്ട് അനുവദിക്കുന്നില്ല എന്നുള്ള തരത്തിലും അതുപോലെ ഈ റോഡ് നിർമ്മാണത്തിലും അഴിമതിയുണ്ട് എന്നാണ് DYFIക്ക് പറയാനുള്ളത്. കട്ടപ്പന നടന്ന വാർത്താസമ്മേളനത്തിൽ DYFI വളകോട് മേഖലാ സെക്രട്ടറി അജേഷ് വർഗീസ്, മേഖലാ പ്രസിഡന്റ് MM ജോൺസൺ തുടങ്ങിയവർ പങ്കെടുത്തു. KPCC പ്രസിഡന്റ് VM സുധീരൻ നയിക്കുന്ന ജനപക്ഷ യാത്രയ്ക്ക് 26-ാം തീയതി നെടുങ്കണ്ടത്ത് സ്വീകരണം നൽകും. പൂർണ്ണ മദ്യനിരോധനം, മാലിന്യ വിമുക്ത കേരളം, അക്രമരഹിത രാഷ്ട്രീയം തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് ജനപക്ഷയാത്ര പര്യടനം നടത്തുന്നത്. ജനപക്ഷയാത്രയ്ക്ക് 26-ാം തീയതി ഉച്ചയ്ക്ക് 12 മണിക്കാണ് നെടുങ്കണ്ടത്ത് സ്വീകരണം നൽകുന്നത്. ഇത് സംബന്ധിച്ച് നെടുങ്കണ്ടം ഉടുമ്പൻചോല ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ സംയുക്ത ആലോചനാ യോഗം നടന്നു. നെടുങ്കണ്ടം പ്രിയദർശിനി ഭവനിൽ ചേർന്ന പരിപാടിയിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് G മുരളീധരൻ അധ്യക്ഷനായിരുന്നു. KPCC സെക്രട്ടറി ഇബ്രാഹിംകുട്ടി കല്ലാർ യോഗം ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് ഉയർത്തിപ്പിടിക്കുന്ന മുദ്രാവാക്യങ്ങൾ ഈ രാജ്യത്തെ എല്ലാവരെയും, ഹൈന്ദവരെയും മുസൽമാനെയും ക്രൈസ്തവരെയും എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു വലിയ തത്വശാസ്ത്രമാണ്. ആ തത്വശാസ്ത്രത്തെ ഒരു ദിവസം കൊണ്ട് മോശമാക്കാൻ, ആ തത്വശാസ്ത്രത്തെ ഒരു ദിവസം കൊണ്ട് ഇല്ലായ്മ ചെയ്യാൻ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനം ശ്രമിച്ചാലും അവർക്ക് കഴിയില്ല. മറിച്ച് ഇപ്പോ പല പ്രസ്ഥാനങ്ങൾക്കും അപജയം ഉണ്ടാവുന്നുണ്ട്, പരാജയം ഉണ്ടാവുന്നുണ്ട്. എവിടെയാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ നോക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പോലെയുള്ള ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് വലിയ അപജയം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. 8 മുതൽ 11 വരെ തീയതികളിൽ വിപുലമായ മണ്ഡലം ജനറൽ ബോഡി കൂടുവാൻ തീരുമാനമായി. ബൂത്ത് കമ്മിറ്റികളിൽ നിന്നും ശേഖരിക്കുന്ന ഫണ്ട് KPCCക്ക് നേരിട്ട് കൈമാറും. യോഗത്തിൽ KPCC എക്സിക്യൂട്ടീവ് അംഗം ശ്രീമന്ദിര ശശികുമാർ, R ബാലൻപിള്ള, KT മൈക്കിൾ, MN ഗോപി, EK വാസു, സേനാപതി വേണു, MJ ഫ്രാൻസിസ്, എടത്തുവ രാജു, കൊച്ചുത്രേസ്യ പൗലോസ്, കിങ്ങിണി രാജേന്ദ്രൻ, മണ്ഡലം ബ്ലോക്ക് ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഇനി മഴക്കാല ദുരിത കാഴ്ചകളിലേക്ക്. കട്ടപ്പന പേഴുംകവല SN ജംഗ്ഷൻ റോഡിലൂടെയുള്ള യാത്ര ദുഷ്കരമായി. റോഡിന്റെ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി മണ്ണ് നീക്കം ചെയ്തതോടെയാണ് റോഡിലെ യാത്ര ദുഷ്കരമായത്. കട്ടപ്പന പേഴുംകവല SN ജംഗ്ഷൻ റിംഗ് റോഡിന്റെ വികസനത്തിന്റെ ഭാഗമായാണ് മാസങ്ങൾക്ക് മുമ്പ് റോഡിന്റെ ഇരുവശങ്ങളിൽ നിന്നും മണ്ണ് നീക്കം ചെയ്തത്. പിന്നീട് കനത്ത മഴയിൽ റോഡിന്റെ ചില ഭാഗങ്ങൾ ഇടിഞ്ഞു വീഴുകയും പ്രദേശത്തെ ചില വീടുകൾ അപകടത്തിലാകുകയും ചെയ്തിരുന്നു. മണ്ണ് നീക്കം ചെയ്തതിനെ തുടർന്ന് റോഡിൽ വലിയ കുഴികൾ രൂപപ്പെടുകയും മഴവെള്ളം കെട്ടിക്കിടക്കുകയും ചെയ്യുന്ന സ്ഥിതി പതിവാണ്. ഏകദേശം ഒരു മാസത്തോളം മിച്ചമായി ഇപ്പോൾ ഈ റോഡ് ഇതുപോലെ കിടക്കുന്നു. അപ്പോൾ ഇതുവഴി ഒരുപാട് കാൽനടക്കാർ പോകുന്നു. നമ്മുടെ അടുത്താണെങ്കിൽ സ്കൂൾ കുട്ടികൾ, അപ്പം വണ്ടികളൊക്കെ ആണെങ്കിലും വന്നെങ്കിൽ തന്നെയും താഴെ ഒത്തിരി നേരം നിർത്തി കടന്നു പോകാൻ പറ്റാതെ വരുന്നു. ഇരുചക്ര വാഹനങ്ങളടക്കം ഇവിടെ അപകടത്തിൽപ്പെടുന്നതും നിത്യസംഭവമാണ്. ചെളി നിറഞ്ഞ റോഡിലൂടെ മേഖലയിലെ 100 കണക്കിന് വിദ്യാർത്ഥികളുടെ യാത്രയും ദുഷ്കരമായിരിക്കുകയാണ്. PWD അധികൃതരുടെയും കോൺട്രാക്ടർമാരുടെയും അനാസ്ഥയാണ് ഇത്തരത്തിൽ ഗതാഗതം ദുഷ്കരമായിരിക്കുന്നതെന്നാണ് നാട്ടുകാരുടെ ആരോപണം. ഈ വീടിൻ്റെ ഈ ഭാഗം കണ്ടു കഴിഞ്ഞാൽ അറിയാം, വീടിൻ്റെ ഈ ഭാഗത്ത് വെള്ളക്കെട്ട് സൃഷ്ടിച്ചിട്ട് കരാറുകാരും PWDയുടെയും ഭാഗത്തു നിന്നുള്ള അനാസ്ഥ, ഈ അനാസ്ഥ അവസാനിപ്പിച്ച് എത്രയും വേഗം ഈ റോഡിൻ്റെ പണി പൂർത്തീകരിച്ച് ഇവിടുത്തെ വെള്ളക്കെട്ടും അതുപോലെ തന്നെ റോഡ് സഞ്ചാരയോഗ്യമാക്കി തീർക്കേണ്ടതായിട്ടുണ്ട്. കനത്ത മഴയിൽ നെടുങ്കണ്ടത്ത് വീട് തകർന്നു. ബാലൻപിള്ള സിറ്റി ബംഗ്ലാദേശ് കോളനിയിൽ കുമാരമന്ദിരത്തിൽ ഷാജിയുടെ വീടാണ് തകർന്നത്. അപകട സമയത്ത് ഷാജിയും ഭാര്യയും മകനും വീട്ടിലുണ്ടായിരുന്നുവെങ്കിലും അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു.
വലിയ ശബ്ദം കേട്ട് ഇവർ വീടിനുള്ളിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി ഓടി. ചുടുകട്ട ഉപയോഗിച്ച് നിർമ്മിച്ച അടുക്കളയും മേൽക്കൂരയും വീട്ടുപകരണങ്ങളും പൂർണ്ണമായും തകർന്നു. അടുക്കളയും ഒറ്റമുറിയും മാത്രമുള്ള വീട്ടിലാണ് ഷാജിയും കുടുംബവും താമസിച്ചു വന്നിരുന്നത്. കരുണാപുരം ഗ്രാമപഞ്ചായത്തിലെ 5-ാം വാർഡിൽ ഉൾപ്പെട്ട ഇവർ പലതവണയായി വീടിനായി ഗ്രാമപഞ്ചായത്തിൽ അപേക്ഷ സമർപ്പിച്ചിട്ടും ഇതുവരെയും ലഭിച്ചിട്ടില്ല. ആസ്മാരോഗിയായ ഷാജിക്ക് കൂലിവേലയ്ക്ക് പോകുവാൻ സാധിക്കാത്തതിനാൽ കന്നുകാലി വളർത്തലിലൂടെയാണ് ഉപജീവന മാർഗം കണ്ടെത്തുന്നത്. രണ്ടാഴ്ചയായിട്ട് പെയ്യുന്ന അതിശക്തമായ മഴയിലും കാറ്റിലും ഇന്നലെ ഒരു 4:30 എൻ്റെ വീട് പൂർണ്ണമായി ഇടിഞ്ഞുപോയി. എനിക്ക് കൂലിപ്പണിക്ക് പോകാനൊന്നും പറ്റുമില്ല. എനിക്ക് ഈ ശ്വാസമുട്ടലുണ്ട്. അതുകൊണ്ട് പണിക്ക് പോകുന്ന കന്നുകാലിയൊക്കെ വളർത്തിയാണ് ജീവിക്കുന്നത്. ഞങ്ങൾ 3 പേരും ഇന്നലെ വീട്ടിലുണ്ടായിരുന്നു. അടുക്കളയുടെ ഭാഗം ഇടിയുന്ന കേട്ട് ശബ്ദം കേട്ട് ഞങ്ങൾ വന്ന് നോക്കിയപ്പം പല പ്രാവശ്യവും പഞ്ചായത്തിൽ അപേക്ഷ കൊടുത്തു, ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല. 20 സെന്റ് ഭൂമിയാണ് ഇവർക്കുള്ളത്. മഴയിൽ അടുക്കള പൂർണ്ണമായും തകരുകയും ബാക്കിയുള്ള ഏകമുറി ഏത് നിമിഷവും തകരുമെന്ന സാഹചര്യത്തിൽ അന്തിയുറങ്ങാൻ അയൽ വീടുകളിൽ അഭയം പ്രാപിച്ചിരിക്കുകയാണ് ഇവർ. ഭീതി കൂടാതെ തലചായ്ക്കാൻ ഒരു വീട് അനുവദിക്കണമെന്നതാണ് ഈ നിർധന കുടുംബത്തിന്റെ അപേക്ഷ. കീരിത്തോട് പകുതിപ്പാലം പെരിയാർവാലി റോഡ് തകർന്ന വർഷങ്ങൾ പിന്നിടുമ്പോഴും അറ്റകുറ്റപ്പണികൾക്ക് നടപടിയില്ല. കാൽനടയാത്ര പോലും ദുരിതമായതോടെ 200ഓളം കുടുംബങ്ങളാണ് പ്രതിസന്ധിയിലായത്. ഹൈറേഞ്ചിലെ കർഷക കുടിയേറ്റങ്ങൾക്ക് ചരിത്ര യാഥാർത്ഥ്യങ്ങളായി നിലകൊണ്ട പ്രദേശങ്ങളാണ് കീരിത്തോട്, പകുതിപ്പാലം എന്നിവ. പെരിയാറിന്റെ തീരം ചേർന്ന് ഒരു ഭാഗം കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തും മറുഭാഗം വാത്തുകുടി പഞ്ചായത്തുമാണ്. ഇടുക്കി നേര്യമംഗലം സംസ്ഥാനപാതയിൽ നിന്നും 2 കിലോമീറ്റർ ദൂരത്തിൽ പെരിയാർ തീരത്തായി 200ഓളം കുടുംബങ്ങൾ അധിവസിച്ചു വരുന്ന പ്രദേശമാണ് പകുതിപ്പാലം, പെരിയാർ വാലി എന്നിവ. ജനവാസം ആരംഭിച്ചിട്ട് 6 പതിറ്റാണ്ടുകൾ പിന്നിടുമ്പോഴും അർദ്ധപട്ടിണിക്കാരായ ഇവിടുത്തെ ജനങ്ങൾക്ക് സഞ്ചാരയോഗ്യമായ ഒരു പാത തുറന്നു കിട്ടിയിട്ടില്ല. ഈ പ്രദേശത്ത് ശരിക്കും ഒരു വൈദ്യ സഹായത്തിന് പോകുന്നതിന് പോലും കഴിയാത്ത തരത്തിലുള്ള റോഡാണ് ഇപ്പോൾ ഉള്ളത്. വിദ്യാർത്ഥികളടക്കം യാത്ര ചെയ്യുന്ന 65 വർഷക്കാലമായിട്ട് യാത്ര ചെയ്യുന്ന ഈ വഴി ശരിക്കും അധികൃതരുടെ അനാസ്ഥ മൂലം ശരിക്കും നമുക്കത് പണി പൂർത്തീകരിക്കുന്നതിനോ ഒരു യാത്ര ചെയ്യുന്നതിനുള്ള സൗകര്യം ഇപ്പോഴും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. മലവെള്ളത്തിൽ ഇടിഞ്ഞു തകർന്ന് ചെളിയും കല്ലും നിറഞ്ഞ ഈ പാത അറ്റകുറ്റപ്പണികൾ നടത്തി സഞ്ചാരയോഗ്യമാക്കണമെന്ന് ഇവിടുത്തുകാർ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ആവശ്യപ്പെടുന്നുവെങ്കിലും ഇവരുടെ ആവലാതികൾ കേൾക്കുവാൻ അധികൃതർ ഇനിയും തയ്യാറായിട്ടില്ല. ഇരു പഞ്ചായത്തുകളിലുമുള്ള 100 കണക്കിന് വിദ്യാർത്ഥികളാണ് ഏറ്റവും യാത്രാ ദുരിതം അനുഭവിക്കുന്നത്. മുരിക്കാശ്ശേരിയിലെ ഹൈസ്കൂൾ, പാവനാത്മ കോളേജ്, കഞ്ഞിക്കുഴി SN ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലെല്ലാം പകുതിപ്പാലത്തു നിന്നും കാൽനടയായി പോയി പഠിക്കുന്ന കുട്ടികളുണ്ട്. ചെങ്കുത്തായ മലയിടുക്കിൽ സ്ഥിതി ചെയ്യുന്ന പകുതിപ്പാലം പെരിയാർ വാലി പ്രദേശത്ത് പ്രകൃതി ദുരന്തങ്ങളും സർവ്വസാധാരണമാണ്. അടിയന്തര ഘട്ടങ്ങളിൽ ജനങ്ങളെ ആശുപത്രിയിലെത്തിക്കുവാൻ കസേരയിലിരുത്തി തലച്ചുമടായി കൊണ്ടുപോകേണ്ട സ്ഥിതിയാണ് ഇവിടെയുള്ളത്. നിരവധി തവണ ജനപ്രതിനിധികൾക്ക് മുൻപിലും ജില്ലാ ഭരണകൂടത്തിനു മുൻപാകെയും ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടും അധികൃതർ കണ്ണു തുറന്നിട്ടില്ല. ഏറെ അടിയന്തര പ്രാധാന്യത്തോടുകൂടി ഇക്കാര്യത്തിന് പരിഹാരം കാണുവാൻ ബന്ധപ്പെട്ടവർ ശ്രമിക്കണമെന്നും അല്ലാത്തപക്ഷം വൻ ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് കീരിത്തോട്, പകുതിപ്പാലം പ്രദേശങ്ങൾ സാക്ഷ്യം വഹിക്കുമെന്നും പൊതുപ്രവർത്തകൻ മനീഷ് കുടിക്കകത്ത് മുന്നറിയിപ്പ് നൽകി. വെള്ളയാംകുടി സെന്റ് ജെറോം സ്കൂളിലെ വിദ്യാർത്ഥികളുടെ മിനി സൂപ്പർ മാർക്കറ്റായ ഹോണസ്റ്റി ഷോപ്പിന്റെ 1ാം വാർഷികാഘോഷം നാളെ നടക്കും. വിദ്യാർത്ഥികളുടെ സത്യസന്ധതാശീലം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഹോണസ്റ്റി ഷോപ്പ് പ്രവർത്തനം ആരംഭിച്ച് 1 വർഷം പിന്നിട്ടിരിക്കുന്നത്. വെള്ളയാംകുടി സെന്റ് ജെറോം സ്കൂൾ കുട്ടികൾക്കായി നടത്തിവരുന്ന ഹോണസ്റ്റി ഷോപ്പ് 1 വർഷം വിജയകരമായി പിന്നിട്ടിരിക്കുകയാണ്. ഹോണസ്റ്റി ഷോപ്പിന്റെ 1ാം വാർഷികത്തോടനുബന്ധിച്ച് വിപുലമായ പരിപാടികളാണ് നാളെ സെന്റ് ജെറോം സ്കൂളിൽ നടക്കുന്നത്. ഉച്ചകഴിഞ്ഞ് 2 മണിക്ക് സ്കൂൾ മാനേജർ ഫാദർ ജോസ് പ്ലാച്ചിക്കൽ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ തോമസ് വട്ടമല, ഹെഡ്മാസ്റ്റർമാരായ കുര്യൻ TK, ലിസി VV, തോമസ് VM, അധ്യാപകരായ ജോമോൻ TV, സിസ്റ്റർ ലിസി മരിയ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകും. വെള്ളയാംകുടി സെന്റ് ജെറോം സ്കൂളിൽ ഹോണസ്റ്റി ഷോപ്പ് എന്ന പേരിൽ 1 വർഷം മുമ്പാണ് ഒരു മിനി സൂപ്പർ മാർക്കറ്റ് പ്രവർത്തനം ആരംഭിക്കുന്നത്. കുട്ടികൾക്ക് തനിയെ സാധനങ്ങൾ എടുക്കുന്നതിനും വിലവിവര പട്ടിക നോക്കി പണപ്പെട്ടിയിൽ സാധനങ്ങളുടെ വില നിക്ഷേപിക്കുന്നതിനും ഹോണസ്റ്റി ഷോപ്പിൽ സംവിധാനമുണ്ട്. പക്ഷേ എല്ലാവരുടെയും ധാരണകളെ തെറ്റിച്ച് 1 വർഷം വിജയകരമായി ഇത് പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇക്കഴിഞ്ഞ 1 വർഷം കണക്ക് ക്ലോസ് ചെയ്യുമ്പോൾ ഏതാണ്ട് 30,000-ലേറെ രൂപ ലാഭം അതിനകത്ത് വന്നിട്ടുണ്ട്. കുട്ടികളെല്ലാവരും ഈ ഹോണസ്റ്റി ഷോപ്പ് ഉപയോഗിക്കുന്നു. അവർ സ്വന്തം നിലയ്ക്ക് കാര്യങ്ങൾ ചെയ്യുന്നു. കട്ടപ്പന നടന്ന വാർത്താസമ്മേളനത്തിൽ സ്കൂൾ മാനേജർ ഫാദർ ജോസ് പ്ലാച്ചിക്കൽ, ഹെഡ്മാസ്റ്റർമാരായ കുര്യൻ TK, ലിസി PP, തോമസ് PM, ജോമോൻ TV, സിസ്റ്റർ ആലീസ് മരിയ, വിദ്യാർത്ഥി പ്രതികൾ തുടങ്ങിയവർ പങ്കെടുത്തു. കുമളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ കുമളി ടൗണും പരിസരവും വൃത്തിയാക്കി മാതൃകയായി.
ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വിദ്യാർത്ഥികളാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. ആദ്യം സ്കൂളും പരിസരവും വൃത്തിയാക്കിയ ശേഷമാണ് വിദ്യാർത്ഥികൾ കുമളി ടൗണിലെ മാലിന്യങ്ങളും നീക്കം ചെയ്തത്. കുമളി പ്രദേശത്തുള്ള ക്ലീനിങ്ങിൻ്റെ വർക്കാണ് ഇവിടെ നടക്കുന്നത്. ഏതാണ്ട് 100ഓളം NSS വോളണ്ടിയേഴ്സ് ഇവിടെ കുമളി നഗരസഭയിലെ കുമളി ടൗൺ എക്കാലവും അഭിമുഖീകരിക്കുന്ന പ്രശ്നമാണ് മാലിന്യ നിക്ഷേപം. മാലിന്യ നിർമ്മാർജ്ജനത്തിന് പരിഹാരമുണ്ടാക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി തവണ വിദ്യാർത്ഥികൾ പരാതി നൽകിയിട്ടും അധികൃതർ നടപടിയെടുത്തിരുന്നില്ല. മാലിന്യം നിക്ഷേപിക്കരുത് എന്നറിയിച്ച് ടൗണിന്റെ വിവിധ മേഖലകളിൽ പഞ്ചായത്ത് മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. എങ്കിലും ടൗണിലെ മാലിന്യ നിക്ഷേപത്തിന് ഒരു കുറവും ഉണ്ടായിട്ടില്ല. വിനോദസഞ്ചാരികളടക്കം ധാരാളം ആളുകൾ ദിവസേന എത്തുന്ന കുമളി ടൗണിൽ അസഹ്യമായ ദുർഗന്ധമാണ് ഉയരുന്നത്. ഇതേ തുടർന്നാണ് 100ഓളം വരുന്ന NSS വോളണ്ടിയർമാർ ശുചീകരണ പ്രവർത്തനങ്ങളുമായി മുന്നിട്ടിറങ്ങിയത്. മാലിന്യം നീക്കം ചെയ്ത വിദ്യാർത്ഥികൾ നാട്ടുകാരുടെ പ്രശംസ പിടിച്ചുപറ്റുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, കുമളി. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്ര ഗോൾഡ്, കട്ടപ്പന. സ്വർണം പവന് 19,600 രൂപ, 1 ഗ്രാം 2,450 രൂപ, വെള്ളി ഗ്രാമിന് 38 രൂപ. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പവിത്ര ഗോൾഡ്, കട്ടപ്പന. കമ്പോള വാർത്തകൾ. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഔവർ എഞ്ചിനീയറിംഗ് ഇൻഡസ്ട്രീസ്, സൗത്ത് ഇന്ത്യൻ ബാങ്കിന് സമീപം, മുരിക്കാശ്ശേരി. ഏലം കൂടിയ വില 750, കുറഞ്ഞ വില 700 രൂപ. കുരുമുളക് 700 രൂപ, കാപ്പി 135 രൂപ, റബ്ബർ 110 രൂപ, ഗ്രാമ്പു 950 രൂപ, കൊക്കോ 47 രൂപ, ജാതി 320 രൂപ. ജാതിപത്രി കൂടിയ വില 1000, കുറഞ്ഞ വില 750. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഔവർ എഞ്ചിനീയറിംഗ് ഇൻഡസ്ട്രീസ്, സൗത്ത് ഇന്ത്യൻ ബാങ്കിന് സമീപം, മുരിക്കാശ്ശേരി. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. മുല്ലപ്പെരിയാർ ഡാമിന്റെ ജലനിരപ്പ് 138.2 അടിയായി തുടരുന്നു. എന്നാൽ ഡാമിന്റെ വൃഷ്ടിപ്രദേശത്ത് മഴ കുറഞ്ഞിരിക്കുന്നത് തീരദേശവാസികൾക്ക് ആശ്വാസമാകുന്നു. കട്ടപ്പന സുവർണഗിരി ബാപ്പുജി ജനശ്രീ സംഘം കപ്പകൃഷിയിൽ 100 മേനി വിളയിച്ചു. കപ്പയുടെ വിലയെടുപ്പ് കർഷകരെ പ്രതിസന്ധിയിലാക്കിയെങ്കിലും ഒത്തൊരുമയുടെ വിജയമാണ് ബാപ്പുജി ജനശ്രീ സംഘം നേടിയത്. സ്കൂൾ കലോത്സവങ്ങൾക്ക് തുടക്കമായി. ഫണ്ടുകളുടെ അപര്യാപ്തതയിൽ വിദ്യാർത്ഥികളെ അരങ്ങിലെത്തിക്കാൻ സർക്കാർ സ്കൂളുകൾ നെട്ടോട്ടമോടുന്നു. വിദ്യാർത്ഥികളിൽ നിന്നുള്ള വിഹിതമടക്കം കണക്കാക്കിയാലും പണം തികയാതെ വീർപ്പുമുട്ടുകയാണ് സർക്കാർ സ്കൂളുകൾ. മുല്ലപ്പെരിയാർ അണക്കെട്ട് തീരദേശവാസികളെ ഒരിക്കൽ കൂടി ഭീതിയിലാഴ്ത്തുമ്പോൾ പെരിയാർ തീരദേശവാസികളുടെ ഹൃദയനൊമ്പരം പ്രമേയമാക്കി ഒരു കഥാപ്രസംഗം ഒരുങ്ങുന്നു. പ്രമുഖ സംഗീത സംവിധായകൻ പാലാ തങ്കച്ചനും ശിഷ്യരുമാണ് മുല്ലപ്പെരിയാർ പ്രമേയമാക്കി കലോത്സവ വേദിയിലെത്തുന്നത്. കട്ടപ്പന പഴയ ബസ് സ്റ്റാൻഡ് മുതൽ പള്ളിക്കവല വരെയുള്ള നടപ്പാത സ്വകാര്യ വാഹനങ്ങൾ കൈയടക്കുന്നു. വർഷങ്ങൾക്ക് മുൻപ് പള്ളിക്കവലയിൽ വാഹനാപകടത്തിൽ ഒരു വിദ്യാർത്ഥി മരിച്ചതോടെയാണ് നടപ്പാത നിർമ്മിച്ചത്. എന്നാൽ ഇപ്പോൾ ഈ നടപ്പാത കാൽനട യാത്രക്കാർക്ക് പ്രയോജനപ്പെടുന്നില്ല. ഈ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.